ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. സോ എൻ്റെ ചാനലിൻ്റെ പേര് ക്യൂർ ആൻഡ് കെയർ ആയിരുന്നു. നൗ ഇറ്റ് ഹാസ് ചേഞ്ച് ടു ഡോക്ടർ കവിത വാര്യർ. അതായത് എൻ്റെ പേരിൽ തന്നെയാണ് എൻ്റെ ചാനൽ. സോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഇതൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. നമ്മൾ പഴത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകണം. ഐ നോ ഞാനത് പറയുമ്പോഴേക്കും ഒബ്വിയസ്ലി കുറച്ച് പേർക്കെങ്കിലും പഴം കഴിക്കാനുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും. ഐ എം ഡാം ഷുവർ. സോ ഞാലിപ്പൂവൻ പഴം, പാളയംകോടൻ പഴം, രണ്ട് പഴവും ഒരെണ്ണം മെലിഞ്ഞതാണ്, ഒരെണ്ണം കുറച്ച് തടിച്ചതാണ്. സോ ഈ രണ്ട് പഴവും നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആൾക്കാർക്ക് ദേ ലവ് ഇറ്റ്. കേരളം മാത്രമല്ല, ഐ തിങ്ക് ദ ഹോൾ വേൾഡ് ലവ് ബനാനാസ്. ഓക്കെ, അപ്പോൾ ഞാലിപ്പൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഞാലിപ്പൂവൻ പഴം അങ്ങനെ എല്ലാവരും കഴിക്കുന്ന ഒരു പഴമല്ല. ബട്ട് എവറിബഡി ലവ്സ് ഇറ്റ്. പക്ഷെ പാളയംകോടൻ എല്ലാവർക്കും ഇഷ്ടമാണ്. വൈ? ബിക്കോസ് അതിന് കുറച്ച് പുളിയുണ്ട്, കുറച്ച് മധുരമുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാലിപ്പൂവൻ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പച്ചക്കറിയിൽ കേട്ടിട്ടുണ്ടാവും, ലേഡി ഫിംഗർ എന്ന് കേട്ടിട്ടുണ്ടാവും, വെണ്ടയ്ക്ക അല്ലെ. പക്ഷെ ഈ ഞാലിപ്പൂവൻ പഴത്തിനും അങ്ങനെ ഒരു പേരുണ്ട്, ലേഡി ഫിംഗർ ബനാന എന്നാണ് പറയുക. ഓക്കെ, അതിന്റെ കാരണം ബിക്കോസ് ഇറ്റ് ഇസ് വെരി സ്മോൾ, ഭയങ്കര ചെറുതാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പഴമാണ്. പക്ഷെ അതിന്റെ അർത്ഥം പാളയംകോടൻ ക്യൂട്ടല്ല എന്നല്ല. എനിവേ, സോ രണ്ടും പഴത്തിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ചൂടാണ്, ഒരെണ്ണം തണുപ്പാണ്. ഓക്കെ, ഞാലിപ്പൂവൻ പഴം കുറച്ച് ലൈക്ക് ഇപ്പൊ ജലദോഷം, കോൾഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നാൽ ഞാലിപ്പൂവൻ പഴം ചൂട് ആണ് ഇൻ നേച്ചർ. ഓക്കെ, കുറച്ച് ഇറ്റ് ഇസ് ഹോട്ട് ഇൻ നേച്ചർ. പാളയംകോടൻ പഴം തണുപ്പാണ്. ഓക്കെ, സോ എന്താന്ന് വെച്ചാൽ ഒരെണ്ണം ചൂടാണ്, ഒരെണ്ണം തണുപ്പാണ്. അപ്പൊ നമ്മൾ ഈ ജലദോഷം അല്ലെങ്കിൽ തുമ്മല്, മൂക്കലിപ്പ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്ക് വലിയ പ്രോബ്ലം ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പാളയംകോടൻ പഴം കഴിച്ചാൽ കൂടുകയാണ് ചെയ്യുക. അവർക്ക് ഞാലിപ്പൂവൻ കഴിക്കാം. പക്ഷെ ഏറ്റവും ബെറ്റർ പുഴുങ്ങിയ പഴം, നേന്ത്രപ്പഴം കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഞാലിപ്പൂവൻ എപ്പോഴും ഇറ്റ് വിൽ ബി ലിറ്റിൽ സ്ട്രോങ്, കുറച്ച് സ്ട്രോങ് ആയിരിക്കും. നമുക്കത് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കാനൊന്നും കുട്ടികൾക്ക് പറ്റില്ല. സോ ഏറ്റവും ബെസ്റ്റ് കുഞ്ഞു കുട്ടികൾക്ക് പുഴുങ്ങിയ നേന്ത്രപ്പഴം കൊടുക്കുകയാണ് നല്ലത്. കട്ട് ചെയ്ത് കഴിച്ചാലും ഇറ്റ് ഈസ് നോ പ്രോബ്ലം. പക്ഷെ പുഴുങ്ങിയതാവുമ്പോൾ ഇപ്പൊ ജലദോഷം, കോൾഡ്, പനി ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി കുറച്ച് വീക്കാണ്. സോ നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് അവർ ബോഡി. സിമ്പിൾ ആണ്. നമ്മൾ ഭക്ഷണത്തിൽ എന്തിനാ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഏത് പഴമാണെങ്കിലും ദേ ആർ റിച്ച് ഇൻ വിറ്റമിൻസ്, പൊട്ടാഷ്യം, കാൽഷ്യം, ഹൈ ഇൻ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫൈബർ. സോ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് പഴം. അതുകൊണ്ട് ഒരുവിധം എല്ലാവരുടെയും വീട്ടിൽ ഒന്നില്ലെങ്കിൽ ഞാലിപ്പൂവൻ ഉണ്ടാവും, അല്ലെങ്കിൽ പാളയംകോടൻ ഉണ്ടാവും. പക്ഷെ കൂടുതൽ ഞാൻ പാളയംകോടൻ പഴമാണ് കണ്ടിരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. സോ ഞാലിപ്പൂവത്തിന്റെ കായ ഉണ്ടല്ലോ, അതായത് അത് ആവണായിട്ട് മുമ്പുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു കായ, അത് ഈ പറയുന്ന മാതിരി ഒരുപാട് അസുഖത്തിന് ഇറ്റ് വിൽ ഹെൽപ്പ്. ക്ഷീണം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഇത് നമുക്ക് കുറുക്കായിട്ടും കൊടുക്കാം. അങ്ങനെയും ഒരു സംഭവമുണ്ട്. പിന്നെ പക്ഷെ പാളയംകോടൻ എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഗ്യാസ്ട്രിക് സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അസിഡിറ്റിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പൈൽസ്, അല്ലെങ്കിൽ ശ്വാസമുട്ട്, ഇങ്ങനെയുള്ളവരൊക്കെ പാളയംകോടൻ കഴിക്കാൻ പാടില്ല എന്നാ പറയാ. അതുകൊണ്ടാണ് ഈ ശ്വാസമുട്ട്, ജലദോഷം, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, മൈഗ്രെയിൻ ഇങ്ങനെയുള്ളവരൊന്നും പാളയംകോടൻ പഴം കഴിക്കാൻ പാടില്ല എന്നാണ് പറയാ. കഴിച്ചതുകൊണ്ടല്ല കുഴപ്പം. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാണ്, ബിക്കോസ് ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല. അത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ ഇറ്റ് വിൽ എഫക്ട്. എന്ത് സാധനം നമ്മൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ ചക്ക കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, മാങ്ങ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, പപ്പായ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഗ്രേപ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്തും അധികമായാൽ പ്രശ്നമാണ്. നമ്മുടെ മലയാളികൾക്ക് പൊതുവേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് പറയണം ഗ്രേപ്സ് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഓബ്വിയസ്ലി ഞാനൊരു 2 ആഴ്ച അടുപ്പിച്ച് ഗ്രേപ്സ് കഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. കഴിച്ചോണ്ട് കുഴപ്പമില്ല, ബട്ട് ജസ്റ്റ് ലിമിറ്റ്. അപ്പൊ എന്ത് സാധനം നമ്മളെല്ലാം ഒരുമിച്ച് കഴിക്കും, ഒരുമിച്ച് ചേർക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി എവറിത്തിങ് ഷുഡ് ബി ഇൻ എ മിക്സ്ഡ് സ്റ്റേറ്റ്. അല്ലാണ്ട് ഒരെണ്ണം മാത്രം കഴിക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഴം കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ടാവും. ഇനി കേൾക്കാത്തവർ ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാ വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു പഴത്തിൽ പൊട്ടാഷ്യം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പൊട്ടാഷ്യം കൂടി രണ്ടും ചേർന്നിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് രണ്ടും കൂടി മിക്സ് ആവുമ്പോൾ അത് ചില കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻസ് റിലീസ് ചെയ്യും. ഓക്കെ, പിന്നെന്താ വെച്ചാൽ അത് നമ്മുടെ ഡൈജഷനെ സ്ലോ ചെയ്യും. സോ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, പഴം കഴിച്ചിട്ട് ഉടനെ വെള്ളം കുടിച്ചാൽ ഓബ്വിയസ്ലി ഓൾറെഡി പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട്. സോ നമ്മൾ എക്സ്ട്രാ വെള്ളം കുടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇറ്റ് വിൽ സ്ലോ അവർ ഡൈജഷൻ, അല്ലെങ്കിൽ ഗ്യാസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. ശരിക്കും അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, എസ്പെഷ്യലി എനിക്ക്. സോ പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക, ഭക്ഷണം കഴിഞ്ഞ് ചവച്ച് അരച്ച് പതുക്കെ കഴിച്ചതിന് ശേഷം തൊണ്ടയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് മേ ബി യു ക്യാൻ വെയിറ്റ് ലൈക്ക് ഫോർ 5-10 മിനിറ്റ്സ്, എന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല. എനിക്കറിയാം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബട്ട് ട്രസ്റ്റ് മീ ഇറ്റ് വിൽ ഹെൽപ്പ്. അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തിനെ സ്ലോ ആക്കാണ് ചെയ്യാം. സോ പഴത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കമന്റ് അണ്ടർ ദ കമന്റ് ബോക്സ്.